എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റ് മത്സരം നാളെ കേപ്പ് ടൗണിലെ ന്യൂലാൻഡ്സിൽ വെച്ച് നടക്കും. ആദ്യ ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 32 റൺസിനും തോറ്റ രോഹിത് ശർമ്മയും കൂട്ടരും ശക്തമായ തിരിച്ചുവരവ് നടത്താനാണ് ശ്രമിക്കുന്നത്. അതിന് നാളെ വിജയം അനിവാര്യമാണ്. രവീന്ദ്ര ജഡേജയുടെ തിരിച്ചുവരവ് ഇന്ത്യൻ ടീമിന് നാളെ ഗുണം ചെയ്യും. ജഡേജയുടെ വരവോടെ അശ്വിന്റെ സ്ഥാനം നഷ്ടമാകും. അതേസമയം ഷാർദുൽ താക്കൂറിനും പ്രസീദ് കൃഷ്ണയ്ക്കും പകരം ആവേശ് ഖാൻ, മുകേഷ് കുമാർ എന്നിവർ ടീമിൽ തിരിച്ചെത്തും. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ബാറ്റർമാർ മോശം പ്രകടനം കാഴ്ചവെച്ചെങ്കിലും നിർണായക നിമിഷങ്ങളുണ്ടായിരുന്നു. KL രാഹുലിന്റെ സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിലെ കോഹ്ലിയുടെ ബാറ്റിംഗും എടുത്തു പറയേണ്ടതാണ്. ഇനി ഇന്ത്യയുടെ നാളത്തെ സാധ്യത 11ലേക്ക് വന്നുകഴിഞ്ഞാൽ ഓപ്പണിംഗിനായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ സഖ്യം ഇറങ്ങും. മൂന്നാമതായി വിരാട് കോഹ്ലി ഇറങ്ങും. നാലാമനായി ശുഭ്മൻ ഗിൽ എത്തും. ശ്രേയസ് അയ്യർ 5ാം സ്ഥാനത്തും. ആറാമനായി KL രാഹുലും എത്തും. ഏഴാമനായി രവീന്ദ്ര ജഡേജയും കളിക്കും. ബൌളിംഗ് നിരയിൽ കഴിഞ്ഞ മത്സരത്തിൽ തകർപ്പൻ ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ച ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ഇവരോടൊപ്പം ആവേശ് ഖാനും മുകേഷ് കുമാറും കൂടിയാകുമ്പോൾ ഇന്ത്യൻ ബൌളിംഗ് നിര ശക്തമാകും. പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് തോറ്റതിന്റെ നാണക്കേട് ഒഴിവാക്കാൻ ഇന്ത്യയ്ക്ക് നാളത്തെ മത്സരത്തിൽ വിജയം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചുവരും എന്ന് ഉറപ്പാണ്. രണ്ടാം മത്സരത്തിൽ തങ്ങളുടെ പഴയ ഫോം വീണ്ടെടുക്കാൻ ആകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.